വെൽക്കം ബാക്ക് ടു 10 ഡ്രിങ്ക് ആൻഡ് റിവ്യൂ. അപ്പോൾ നമ്മളിപ്പോൾ ചിലർ പറയാറുണ്ട് ബിയർ അടിക്കുന്നത് കുഴപ്പമില്ല, ലിക്കർ അടിക്കുന്നില്ലല്ലോ ഞാൻ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിയർ അടിക്കുന്നത് ലിക്കർ അടിക്കുന്നതൊക്കെ ഏറെക്കുറെ കണക്കാണ്. അതായത് എ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് ബിയർ, ലിക്കർ ആൻഡ് വൈൻ കണ്ടെയ്ൻസ് ദ സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ. അതായത് സ്റ്റാൻഡേർഡ് ഡ്രിങ്കിൽ ഇതിൽ മൂന്നിലും ഒരേ അളവിലാണ് ആൽക്കഹോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നോർമലി ഒരു ചോദ്യം വരാം, അതെങ്ങനെ ശരിയാവും? ബിയറിൽ 5% ആൽക്കഹോൾ അല്ലേ ഉള്ളൂ, ലിക്കറിൽ 40% വരുന്നില്ല, അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ക് കറക്റ്റ് ആകുക എന്നുള്ളത്? അതായത് രമണ, ഈ ഒരു ബോട്ടിൽ അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ABV എന്ന് കാണാറുണ്ട്, ആൽക്കഹോൾ പെർസെൻറ്റേജ് ഇൻ ബോട്ടിൽ, അതിനെയാണ് പറയുന്നത് ABV. അത് ABV എന്ന് വെച്ച് കഴിഞ്ഞാൽ 650 ml വരുന്ന ഒരു ബോട്ടിൽ ഓഫ് ബിയറിനകത്ത് 5 to 8% ഓഫ് ആൽക്കഹോളാണ് നോർമലി കാണുക. അതായത് ഈ 650 ml സാധനത്തിനകത്ത് 5%, അതിൻ്റെ ഈ 650ൻ്റെ 5%ആണ് ആൽക്കഹോൾ വരുന്നത്. മറിച്ച് നമ്മളത് ലിക്കറിലേക്ക് വരികയാണ്. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 40% ആണ് നോർമലി കാണിക്കുന്നത്. അതായത് ഈ 1000 ml-നകത്ത് അതിൻ്റെ 40%, 1000ൻ്റെ 40 എന്ന് പറയുമ്പോഴത്തേക്ക് 400 ml അതിനകത്ത് വരുന്നത് മദ്യമാണ്, മീൻസ് ആൽക്കഹോൾ കണ്ടൻ്റ് ആണ്. സോറി. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്കറിന് ബിയറിനെ അപേക്ഷിച്ച് ആൽക്കഹോൾ പെർസെൻറ്റേജ് കൂടുതലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്റ്റിൽ ചെയ്യുന്നതാണ്. ഒരു സാധനം ഡിസ്റ്റിൽ ചെയ്തെടുക്കുമ്പോൾ, വാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും. ബിയർ എന്ന് പറയുന്നത് ഫെർമെൻറ്റഡ് ആണ്, സോ അത് ഡിസ്റ്റിലേഷൻ ചെയ്യുന്നില്ല, സോ അതിന് കോൺസെൻട്രേഷൻ കുറയും. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി അത് ക്വാണ്ടിറ്റി കൂടുതലായി കഴിഞ്ഞാലും അതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് കുറവായിരിക്കും. ലിക്കറിനകത്ത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് വൈൻ, ബിയർ, ലിക്കർ കണ്ടെയ്ൻ സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് എല്ലാം ഒരേ ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. അതായത് ബിയറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് 355 ml ബിയർ. ലിക്കറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 44 ml. വൈനിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 148 ml ആണ്. ഈ 355 ml ബിയറിനകത്തും 44 ml ലിക്കറിനകത്തും 148 ml വൈനിനകത്തും 14 ഗ്രാം ഓഫ് ആൽക്കഹോൾ, പ്യുവർ ആൽക്കഹോൾ, ഇതേ ആൽക്കഹോൾ ഉണ്ട്. മനസ്സിലായോ? അതായത് 355-നകത്തും ഈ 44-നകത്തും ഈ 148-നകത്തും നമ്മൾ ഒരിക്കലും ബിയർ ഇത്രയും ബിയർ ഒഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും കഴിക്കില്ല. ഇത്രയും ബിയറിലല്ല നമ്മൾ കഴിക്കുക. നമ്മളൊരു ഗ്ലാസ് കഴിക്കുമ്പോഴത്തേക്കും നോർമലി ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത്രയെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ലിക്കർ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ക്വാണ്ടിറ്റിയാണ് എടുക്കുക. മനസ്സിലായോ? സോ ഒരു 44 ml എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ വരുള്ളൂ ഒരു ബാറിലെ ഗ്ലാസിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ബിയർ ഗ്ലാസ് വരുമ്പോഴത്തേക്കും നല്ല 12 ഗ്ലാസ്സാണ്, ഇത്രയും ക്വാണ്ടിറ്റി വരും. സോ നമ്മൾ ഇത് കഴിക്കുന്നതും അതായത് ഒരു ഗ്ലാസ് ബിയറും, അതായത് ഒരു 355 ml, ഓൾമോസ്റ്റ് ഒരു ഗ്ലാസ് ബിയർ, ഒരു ഗ്ലാസിനെക്കാട്ടി കുറച്ചുകൂടി കൂടുതൽ വരും ബിയറും, നമ്മളൊരു 44 ml കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലേക്ക് 14 ഗ്രാം ആൽക്കഹോളാണ് പോകുന്നത്. സോ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കിക്ക് നമ്മുടെ ലിവറിനെ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെയിം എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഞാൻ ബിയറാണ് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷേ ബിയറാണ് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് 5-6 ബിയറൊക്കെ വെച്ച് അടിക്കുകയും ചെയ്യും. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ ബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 355 ml എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ആണ്. 44 ml എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലിക്കറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ആണ്. അതായത് ഒന്ന് കൂട്ടി നോക്കുക, ഓൾമോസ്റ്റ് ഒരു 710 ml, അതായത് ഒരു കുപ്പിക്കകത്ത് ഒരു 50 ml കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ 2 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് അടിക്കുന്നതിന് തുല്യമായി. എന്താണ് ലിക്കർ? നമ്മളിപ്പോൾ ലിക്കർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ആവറേജിൽ നമ്മൾ ചിലപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 പെഗ് കഴിച്ചു എന്ന് വെച്ചോ. മാക്സിമം ഒരു 5 പെഗ് കഴിച്ചു. അതിൽ കൂടുതൽ കഴിക്കുന്നവരുണ്ട്, ഞാൻ പറയണം. ഓൺ ആൻ ആവറേജ് നമ്മളൊരു 5 പെഗ് കഴിക്കുമെന്ന് വെച്ചോ. നമ്മൾ ഈ 5 പെഗ് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയർ ഒരു 2 കുപ്പി അല്ലെങ്കിൽ ഒരു 2.5 കുപ്പി ബിയർ കഴിക്കുന്നുള്ളൂ എന്ന് വെച്ചോളൂ. 2 കുപ്പി ബിയർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 4 പെഗ്ഗായി, അല്ലെങ്കിൽ 4 സ്റ്റാൻഡേർഡ് ഡ്രിങ്കായി. ഒരു 3 കുപ്പി ബിയറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ 6 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോൾ നോർമലി ബിയറൊക്കെ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 3, 4, 5 ബിയറൊക്കെ അടിക്കാറുണ്ട്. 5 ബിയർ അടിക്കുന്നതും നമ്മൾ ഈ ഒരു 10 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് ലിക്കർ അടിക്കുന്നതും കണക്കാണ്. അതായത് ഏകദേശം നമ്മളൊരു 450 ml സാധനം അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 ബിയർ അടിക്കുകയാണെന്ന് വെച്ചു, അല്ല 3 ബിയർ അടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ 6 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് ലിക്കർ അടിക്കുന്നുണ്ട്. അതായത് 45 ഇൻറ്റു എത്രയാണ്, 6 കണക്ക് വരുന്നുണ്ട്. 45 ഇൻറ്റു 6 അത്രയും വരുന്നുണ്ട്. നമ്മളിപ്പോൾ 5 ബിയർ അടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആയിട്ടുണ്ട്. അതായത് 45 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴത്തേക്ക് 450 ml ആയിട്ടുണ്ട്. ഇതൊരു സംഭവം മനസ്സിലായില്ലേ?
ഇത് മേജർ ഡിഫറൻസ് ഒന്നും ഈ സംഭവം ഉണ്ടാക്കുന്നില്ല. ബിയർ അടിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു, ലിക്കർ അടിക്കുന്നതുകൊണ്ട് ലിക്കർ അടിക്കുന്നില്ല, അങ്ങനെയാണ് എന്നുള്ളൊരു സാധനമില്ല. ഇതിനകത്ത് സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോളാണ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡ്രിങ്കിനകത്ത്. സോ നമ്മളിത് കൺസ്യൂം ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇത് കുടിക്കുന്നത് അതനുസരിച്ചിരിക്കും ഇത് ഉണ്ടാക്കുന്ന ഇഷ്യൂസ് നമുക്ക്. അതുകൊണ്ട് ബിയർ അടിക്കുന്നത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. അതിപ്പോൾ ലിക്കർ ബേസ് ചെയ്തിട്ടാവണമെന്നില്ല, എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ മതി. എനിക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ പോയി ധരിച്ച് പെറുക്കി കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, സുലൈ.